നോട്ട് അസാധുവാക്കലിന് ശേഷമുള്ള മാസങ്ങളിൽ സാമ്പത്തിക വളർച്ച 7%മാണെന്നാണ് കേന്ദ്രത്തിന്റെ അവകാശവാദം. എന്നാൽ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ച അളക്കാൻ പരിഗണിക്കേണ്ട മാനദണ്ഡങ്ങളെല്ലാം തെറ്റിച്ചും നോട്ട് അസാധുവാക്കലിന് മുൻപത്തെ ഒരു മാസത്തെ വളർച്ച കൂടി ചേർത്തും കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ഈ നിരക്ക് എന്ന വിമർശം ഒട്ടുമിക്ക സാമ്പത്തിക വിദഗ്ധരും പ്രതിപക്ഷവും ഇതിനകം ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് RBI ഡെപ്യൂട്ടി ഗവർണറുടെ പ്രതികരണം. അടുത്ത പാദത്തിൽ കൂടി വിവിധ മേഖലകളിൽ നോട്ട് നിരോധത്തിന്റെ പ്രത്യാഘാതമുണ്ടാകുമെന്ന് വിരാലാചാര്യ വാർത്താ ഏജൻസിയായ PTIയോട് വ്യക്തമാക്കി. പുതിയ നോട്ടുകൾ ബാങ്കിലെത്തിക്കുന്നത് പൂർത്തിയാകാൻ 3 മാസം കൂടി വേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ ഡിജിറ്റൽ ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കാൻ എന്ന പേരിൽ പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകൾ വിവിധ തരത്തിലുള്ള സർവീസ് ചാർജുകൾ ഈടാക്കാൻ തീരുമാനിച്ചത് സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കിയിട്ടുണ്ട്. ഇതിനെതിരായ പ്രതിഷേധം ശക്തമായതോടെ SBI ഉൾപ്പെടുന്ന ബാങ്കുകളോട് തീരുമാനം പുനഃപരിശോധിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചെങ്കിലും ബാങ്കുകൾ ഇതുവരെ അതിനോട് പ്രതികരിച്ചിട്ടില്ല. അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിലനിർത്താത്തതിന് വൻ പിഴയും സർവീസ് ചാർജും ഈടാക്കാനുള്ള SBIയുടെ തീരുമാനം 31 കോടി ഉപഭോക്താക്കളെയാണ് നേരിട്ട് ബാധിക്കുക. മീഡിയ 1, ഡൽഹി.